ഇടക്കാലത്തായിട്ട് ജമാഅത്തെ ഇസ്ലാമി കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടപെടുന്ന വെൽഫെയർ പാർട്ടി എന്നുള്ളൊരു പാർട്ടിയിലൂടെ ആണ് അങ്ങനെയാണ് വരുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ നേരിട്ട് രംഗപ്രവേശനം നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തുടർച്ചയായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കൊരു വെള്ളപൂശി ബദരാഷ്ട്ര അത് ഉപേക്ഷിച്ചു, അവർക്ക് സാധാരണ ഒരു കക്ഷിയെ പോലെ എന്നുള്ളൊരു സ്വീകാര്യം നൽകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ വെള്ളപൂശി പൊതുരംഗത്തെ കൊണ്ടുവരാൻ പറ്റിയവരാണോ ഈ സംഘടന? 1941 ആദ്യമായിട്ട് ലാഹോറിൽ ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന നൂറുൽ ഉലമ MA ഉസ്താദ് റദ്ദുൽ മൗദൂദിയ എന്ന ഒരു കനപ്പെട്ട ഖണ്ഡനം അറബി മലയാളത്തിൽ 1960 എഴുതിയിരുന്നു. പിന്നെ അത് 1963 മലയാള ഭാഷയിലേക്കത് വിവർത്തനം ചെയ്തു. ഞാനത് വായിക്കുന്നത് ഏകദേശം 1975 കുട്ടിക്കാലത്താണ് വായിക്കുന്നത്. ഇന്ന് എൻ്റെ ബർത്ത് ഡേയും കൂടിയാണ്, 62ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ്. അപ്പോൾ ഈ സമയത്ത് അന്ന് ആ ബുക്ക് അവതാരിക എഴുതിയത് സമസ്തയുടെ നേതാക്കളായിരുന്ന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ കൂറ്റനാട് സമസ്തയുടെ സെക്രട്ടറി ഇവരൊക്കെയാണ്, മുഹമ്മദ് മുസ്ലിയാരാണെന്നതിന് അവതാരിക എഴുതിയത്. അതിൽ അന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ പ്രസ്ഥാനം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇസ്ലാം മത രാഷ്ട്രവാദം അവർക്കുണ്ട് എന്നുള്ളത്. ഇന്ന് വരെ അവർ വാദത്തിൽ നിന്ന് പിന്മാറിയതായി അവരുടെ ഈ ആധികാരിക രേഖകൾ, അതായത് അബുൽ അഅ്ല മൗദൂദിയെക്കുറിച്ച് അന്ന് ആ രൂപീകരണ യോഗത്തിൽ ലാഹോറിൽ ചേർന്നവരിൽ തന്നെ പലരും അന്നേ വിമർശനങ്ങൾ തുടങ്ങിയതാണ്. അപ്പം അന്ന് തൊട്ട് ഞങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജമാഅത്തെ ഇസ്ലാമികളും സുന്നിയും എന്നുള്ളത് ഒരു സംഘടനാപരമായ വ്യത്യാസങ്ങളല്ല, ആദർശപരമായ വ്യത്യാസം, വിശ്വാസപരമായ വ്യത്യാസമാണ്. അതായത് അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ളത് അവരുടെ ഒരു അഖീദയാണ്. ആ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഒരു പരിശീലനമാണ് അവർക്ക് ആരാധനകൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയ ആശയങ്ങളല്ല. ഇപ്പോൾ പ്രവാചക തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മക്കയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എത്രയോ നബിമാർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ 1941 വരെയുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇപ്പോൾ ഒരൊന്നും മുസ്ലിം അല്ലാന്ന് വരൂലേ, അവരെ ഭരണഘടനയിൽ കാണാം. ഭരണയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞെങ്കിലേ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചെങ്കിലേ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുവരെ അവർ മുസ്ലിമായിട്ടില്ല എന്നല്ലേ, അപ്പോൾ ഞങ്ങളാരും മുസ്ലിം അല്ല എന്നല്ലേ. അപ്പോൾ ഇവിടെ മുസ്ലിമും അമുസ്ലിമുമാണല്ലോ, അല്ലാതെ എന്തല്ലല്ലോ മുസ്ലിമീങ്ങൾ തമ്മിലല്ലല്ലോ ഇവിടെ യോജിക്കുന്നത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വിശ്വാസിക്ക്, മുസ്ലിം വിശ്വാസിക്ക് വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ള ഇടത്തെ, ഇസ്ലാമിക രാഷ്ട്രമുള്ളിടത്ത് പൂർണ്ണമാകുകയുള്ളൂ. മറ്റൊന്നവർ പറയുന്നത് ഇസ്ലാം തന്നെ ഒരു രാഷ്ട്രീയ രൂപമാണ്. അതായത് വിശ്വാസം, അതായത് പള്ളികളിലെ ആരാധന, അത്തരം കർമ്മശാസ്ത്ര ഇടപെടൽ മാത്രമല്ല, ഇങ്ങനെ രാഷ്ട്രീയ ഇടപെടലും ഇസ്ലാം നടത്തിയിട്ടുണ്ട്. അപ്പം അതിന്ന് ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ ഇസ്ലാം? അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു രാഷ്ട്ര സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുസ്ലിമിന് വിശ്വാസിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള വാദം ശരിയാണോ? അവരുടെ ദീനും ഞങ്ങളുടെ ദീനും മുസ്ലിമീങ്ങളുടെ ദീനും രണ്ടും രണ്ടാണ്. അവർക്ക് ഇലാഹും അവരുടെ ഹുക്കുമത്തെ ഇലാഹിയും, ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹും അവരുടെ ഹുക്കുമത്തെ ഇലാഹിയും രണ്ടും രണ്ടാണ്. അവർക്ക് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടെങ്കിലേ അവർ ഇസ്ലാം പൂർണ്ണമാകുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഞങ്ങൾക്ക് ആ വിശ്വാസം ഒരിക്കലും ഇല്ല. ഞങ്ങളങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നവരുമല്ല. ഏത് മതേതര രാജ്യത്തിൽ, ഇന്ത്യ പോലുള്ള ബഹുസ്വര രാജ്യത്തിൽ ഇന്ത്യയുടെ ഭരണങ്ങൾക്കനുസൃതമായി തന്നെ പൂർണ്ണ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെ ജീവിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ മാർഗങ്ങളുമുണ്ട്. അതേ സ്ഥാനത്ത് അവർക്ക് ദീനെന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. ആ ഇസ്ലാമിക് സ്റ്റേറ്റ്
സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലന കളരിയാണ് അവരുടെ ആരാധന മുറകൾ. അപ്പോൾ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ അവർക്ക് ദീന് പൂർണ്ണമാകുന്നില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഞങ്ങൾക്ക് ആ വിശ്വാസമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതൊരു അപകടകരമായ ഒരു ആശയമാണല്ലോ. തീർച്ചയായും അങ്ങനെ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു ഭീഷണി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തെ അപകടത്തിലാക്കുന്നതായിരിക്കില്ലേ? അത് ഞങ്ങൾ ആർക്കെങ്കിലും മാർക്കിടലോ അല്ലെങ്കിൽ പ്രതിഷേധ തീരുമാനിക്കലോ ഞങ്ങളുടെ നയപരിപാടികളല്ല. പക്ഷേ അവരാലോചിക്കണം, ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, ഭീകരവാദം തീവ്രവാദം മുന്നോട്ട് വെക്കുന്നവരെ അവർ കൂടെ നിർത്തണോ നിർത്തണ്ടേ എന്നൊക്കെ ആലോചിക്കേണ്ട അവരാണ്. അത് ആര് കൂടെ നിൽക്കണം, ആരെ നിർത്തിക്കൂടാ എന്നൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്കെപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്, അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ഒരു വർഗീയതയും വിഭാഗ്യതയും നാടിന് നല്ലതല്ല എന്ന് ഞങ്ങൾക്ക് തീർത്ത് പറയാൻ കഴിയും. അപ്പം തന്നെയാണ് ഇതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ജമാഅത്ത് ഇസ്ലാമി തിരിച്ച് അതിനെ നേരിടുന്നത് അത് ഇസ്ലാമോഫോബിയാണ്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മുഴുവൻ ഇസ്ലാമോഫോബിയാണ്, ഇസ്ലാം വിരുദ്ധരാണ്. അപ്പം ഇടതുപക്ഷത്തിൽ നിന്നാണ് വിമർശനമെങ്കിൽ ഇടതുപക്ഷം ഒരു ഇസ്ലാം വിരുദ്ധ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു നരേഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് ശരിയാണോ? അതായത് അത് ഒരു ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വിഭാഗം മാത്രമല്ല, എല്ലാവരും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പിന്നതൊരു ആരോപണമായിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണമായി കൊണ്ടുവരികയാണ്. അത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല.